എല്ലാവർക്കും ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. അത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ളതാണ്. ഒരു പൂവിനെയോ പൂമ്പാറ്റയെയോ കാണുമ്പോൾ അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ മനസ്സുകൊണ്ട് സന്തോഷിക്കാനും നമുക്ക് കഴിയണം. മഴ, മലനിരകൾ, മേഘം, ആകാശം, കടൽ എന്നിങ്ങനെ പ്രകൃതി രമണീയമായ കാഴ്ചകളെ കാണാനാണ് ദൈവം നമുക്ക് കണ്ണുകൾ നൽകിയിരിക്കുന്നത്. പ്രകൃതിയെ സ്നേഹിച്ചു തുടങ്ങിയാൽ തന്നെ മനസ്സിന്റെ ഭാരം കുറയും. തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഇതിനൊക്കെ എവിടെ സമയം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിത ശൈലിയെ ചെറുതായി ഒന്ന് മാറ്റിയാൽ മതിയാകും. എല്ലാത്തിനും സമയമുണ്ടാകും. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ഇന്നു മുതൽ 5 മണിക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ രാവിലെ കിട്ടുന്ന 1 മണിക്കൂർ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് തന്നെ വ്യായാമവും ചെയ്യാം. രാവിലെ ഉണരാൻ സാധിച്ചതിനും നല്ല വായു ശ്വസിക്കാൻ സാധിച്ചതിനും യൂണിവേഴ്സിനോട് നമുക്ക് നന്ദി പറയാം. രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് സമാധാനത്തോടെ കഴിക്കാൻ സാധിച്ചതിൽ നമുക്ക് സന്തോഷിക്കാം. രാവിലെ എല്ലാ കുടുംബങ്ങളിലും പൊതുവെ കുറച്ച് തിരക്ക് തന്നെ ആയിരിക്കും, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള വീട്ടിൽ. വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയിൽ കുറച്ച് സമയം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഓഫീസിലെ വിശേഷങ്ങളും സ്കൂളിലെ വിശേഷങ്ങളും പരസ്പരം പങ്കുവെക്കുകയും വേണം. എങ്കിൽ മാത്രമേ പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുകയുള്ളൂ. പണ്ടൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഇതൊക്കെ പതിവായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ വല്ലാതെ മാറിപ്പോയി. മൊബൈൽ ഫോണിന്റെ ഉപയോഗം വർദ്ധിച്ചതോടെ ജീവിത ശൈലി തന്നെ മാറിപ്പോയി. മൊബൈൽ ഫോൺ മോശമാണ് എന്നല്ല പറയുന്നത്. മൊബൈലിലൂടെ എത്രയോ നല്ല നല്ല വിഷയങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നു. എങ്കിലും അതിന്റെ അമിതമായ ഉപയോഗം കുറയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. മൊബൈലിന്റെ അമിതമായ ഉപയോഗം കുറയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുകയും വേണം. എന്റെ ജീവിതം അത് എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഇടയ്ക്കൊക്കെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ആകരുത് നമ്മുടെ ജീവിതം. നമ്മുടെ മേൽ മറ്റാരും ആധിപത്യം സ്ഥാപിക്കാൻ സമ്മതിക്കരുത്. നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിലും വളരെ വേണ്ടപ്പെട്ടവരാണെങ്കിലും ഒരു പരിധിക്ക് മേൽ അവകാശം സ്ഥാപിക്കുന്നത് തടയുക തന്നെ വേണം. എന്തെന്നാൽ എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടങ്ങൾ, ചില ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടാകും. അതിലൊക്കെ കൈകടത്താൻ നമ്മൾ ആരെയും അനുവദിച്ചുകൂടാ. മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ തീരുമാനം എപ്പോഴും നമ്മളുടേത് മാത്രമായിരിക്കണം. എങ്കിലേ ജീവിതത്തിൽ വിജയിക്കാനാകൂ. നമ്മളെ വളരെയധികം മനസ്സിലാക്കിയ ആത്മാർത്ഥമായ ഒരു ഫ്രണ്ട് നമുക്കുണ്ടെങ്കിൽ അവർ ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങളെ തള്ളി പറയുകയില്ല, കൂടെ നിൽക്കും. സത്യസന്ധമായി സ്നേഹിക്കുന്നവരെയും സ്നേഹം അഭിനയിക്കുന്നവരെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ചില സുഹൃത്തുക്കളാകട്ടെ ആദ്യം സ്നേഹം കൊണ്ട് നമ്മെ പൊതിയും, പിന്നെ പതിയെ പതിയെ അവരുടെ സ്നേഹത്തിന്റെ മുന്നിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ അവരുടെ അടിമകളായി മാറും. അവരുടെ ഇഷ്ടങ്ങളെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കും. ഈ ഒരു രീതി ഭാര്യാഭർത്തൃ ബന്ധത്തിലും സംഭവിക്കാറ്. ഇവിടെയാണ് നാം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. സ്ത്രീകളാണ് മിക്കപ്പോഴും വഞ്ചിക്കപ്പെടുന്നത്. കുട്ടികൾക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി, അങ്ങനെ എന്തിനൊക്കെയോ വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ മറന്ന് ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇന്ന് 40കളിലും 50കളിലും 60കളിലും ഒക്കെ എത്തി നിൽക്കുന്ന പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇനിയും നിങ്ങൾ ഉണർന്നില്ല എങ്കിൽ ജീവിതമാകുന്ന മഹാസാഗരത്തിൽ നിങ്ങൾ മുങ്ങി താഴ്ന്നു പോകും. ജീവിതം ഒന്നേ ഉള്ളൂ എന്ന സത്യം മനസ്സിലാക്കുക. ഓരോ നിമിഷവും ആസ്വദിക്കാൻ പഠിക്കുക. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. ജീവിതം എങ്ങനെ ആകണം എന്നതിന് ഒരു ഉദാഹരണം ഞാനിവിടെ പറയാം. വളരെ പ്രശസ്തയായ ഒരു വനിതയെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അവർ പറഞ്ഞ മറുപടി എല്ലാവരെയും അമ്പരപ്പിക്കുന്ന രീതിയിലായിരുന്നു. അവരോട് ചോദ്യകർത്താവ് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ സന്തോഷവതിയാണോ എന്ന്. ആ ധീര വനിതയുടെ മറുപടി അതെ എന്നായിരുന്നു. അടുത്ത ചോദ്യം: താങ്കൾ വിവാഹിതയാണോ എന്ന്. വീണ്ടും അതെ എന്നായിരുന്നു മറുപടി. ഇപ്പോൾ ചോദ്യകർത്താവ് ആ വനിതയോട് ഇങ്ങനെ പറയുകയുണ്ടായി: എങ്കിൽ താങ്കൾ താങ്കളുടെ ഹസ്ബൻഡിനാണ് നന്ദി പറയേണ്ടത് എന്ന്. അപ്പോൾ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ അവർ മറുപടി പറഞ്ഞു: ഒരിക്കലും ഇല്ല എന്ന്. എന്റെ സന്തോഷത്തിന് ഞാൻ എന്റെ ഭർത്താവിനോട് നന്ദി പറയേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഞാൻ വിവാഹത്തിന് മുൻപ് സന്തോഷവതിയായിരുന്നു, വിവാഹത്തിന് ശേഷവും സന്തോഷവതിയാണ്. എന്തെന്നാൽ എന്റെ സന്തോഷത്തിന്റെ താക്കോൽ ഞാൻ മറ്റാരുടെയും കൈകളിൽ കൊടുത്തിട്ടില്ല എന്ന്. കേട്ടിരുന്ന എല്ലാവരെയും ഹരം കൊള്ളിക്കുന്ന രീതിയിലായിരുന്നു ആ മറുപടി. അങ്ങനെ ആവണം നാം ഓരോരുത്തരും. മറ്റുള്ളവർക്ക് ഒരു രീതിയിലും ദോഷം വരാത്ത എല്ലാ ആഗ്രഹങ്ങളും നല്ലതാണ്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത്, ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക, യാത്രകൾ ചെയ്യുക,
നമ്മൾ നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. ഞാൻ എത്ര സുന്ദരിയാണ് അല്ലെങ്കിൽ ഞാൻ എത്ര സുന്ദരനാണ് എന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പറയുക. സ്വന്തം കഴിവുകളെ വിലയിരുത്തുക, അതിൽ അഭിമാനിക്കുക. സ്വയം ബഹുമാനിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം കിട്ടുകയുള്ളൂ എന്ന സത്യം മനസ്സിലാക്കി ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.